ഹലോ ഗൈസ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഒരാഴ്ച ജർമ്മനിയിൽ ജീവിക്കാൻ എത്ര രൂപ ചിലവാകും എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ. അപ്പോൾ ഒരാഴ്ചത്തേക്കിനുള്ള സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എത്ര രൂപ ഇതിന് എക്സ്പെൻസ് ആവും നമുക്ക് നോക്കാം. ഞാനെല്ലാം നിങ്ങളെ കാണിക്കാം എന്തൊക്കെയാണ് വാങ്ങിയിട്ടുള്ളതെന്ന്. അപ്പോൾ നമ്മൾ യോഗട്ട് മേടിച്ചിട്ടുണ്ട്. നമ്മൾ ഹോൾ നൈറ്റ് ഓട്സ് ഞാൻ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഓട്സിന് വേണ്ടിയാണ് ഇവിടെ യോഗട്ട് മേടിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ കുക്കുംബർ വാങ്ങിയിട്ടുണ്ട്, ക്യാപ്സിക്കം ചെറിയ രീതിയിലുള്ളത് വാങ്ങിയിട്ടുണ്ട്, അവോക്കാഡോ വാങ്ങിയിട്ടുണ്ട്, പിന്നെ വാൾനട്ട്സ് മേടിച്ചിട്ടുണ്ട്. വാൾനട്ട്സ് നമ്മുടെ ബുദ്ധി വർദ്ധിക്കാനായിട്ട് വാൾനട്ട്സ് നല്ലതാണ്. അപ്പോൾ 2 or 3 ഒക്കെ കഴിച്ചാൽ മെമ്മറിക്ക് നല്ലതാണ് വാൾനട്ട്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കോഫി പൗഡർ വാങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് നമുക്ക് ഗ്ലാസ് റിനീഗറൻ സൊല്യൂഷനാണ്. അപ്പം റിനീഗർ എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലീൻ ചെയ്യുക. ഓക്കെ, അപ്പം അതിനുള്ള ഇത് മേടിച്ചിട്ടുണ്ട്. ഇഞ്ചി ഞാൻ മേടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രൂട്ട്സ് ഞാൻ എപ്പോഴും 1-2 ഇത് മേടിക്കാറുണ്ട്. ഈ പ്രാവശ്യം മേടിച്ചേക്കുന്ന പഴം മേടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അപ്രിക്കോട്ട് മേടിച്ചിട്ടുണ്ട്. പിന്നെ സലാഡിന് വേണ്ടിയിട്ടുള്ള ലീവ്സ് മേടിച്ചിട്ടുണ്ട്, ഇലകൾ മേടിച്ചിട്ടുണ്ട്, ക്യാരറ്റ് ഞാൻ മേടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ മേടിച്ചിട്ടുള്ളത് മുട്ടയാണ് ഗൈസ്. മുട്ടയില്ലാത്ത ലൈഫില്ല ജർമ്മനിയിൽ. അപ്പം മുട്ട നമ്മൾ ഇതിനകത്ത് എത്ര സ്റ്റുക്കാണെന്ന് നോക്കണം. 18 സ്റ്റുക്കാണ്. 18 സ്റ്റുക്ക് എന്ന് പറഞ്ഞാൽ ഒരു പീസിനാണ് സ്റ്റുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ 18 പീസ് ഉണ്ട് ഇതിനകത്ത്. അപ്പം അതാണ് ഇത്. ബോർഡൻ ഹാൽട്ടൺ ചെയ്യാൻ പറ്റുന്നതാണ്. ബോർഡൻ ഹാൽട്ടൺ എന്ന് പറഞ്ഞാൽ നമുക്ക് പുറത്ത് വെക്കാനായിട്ട് പറ്റുന്ന മുട്ടകളാണ്. അതുപോലെ തന്നെ നമുക്ക് എപ്പോഴും കുറച്ച് വിശപ്പൊക്കെ ഉണ്ടായ ഇപ്പം ഡയറ്റിംഗ് ആണ്. അപ്പോൾ അതിന് പറ്റുന്ന ഒരു നല്ലൊരു സംഭവമാണ് ഇത്, റൈസ് വാഫിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നല്ല സൂപ്പറാണ്. അതുപോലെ തന്നെ ഞാൻ ചുണ മേടിച്ചിട്ടുണ്ട്. ചുണ ഞാൻ നാട്ടിലും പോകുമ്പോൾ സാധാരണ പുറത്തൊക്കെ ഉള്ളപ്പോൾ ഞാൻ ഇങ്ങനെ ചുണ മേടിച്ചുകൊണ്ട് പോകുമായിരുന്നു. സലാഡിനകത്ത് ഇടാനും പെട്ടെന്ന് നമുക്കൊന്ന് മീൻ കിട്ടാത്തപ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ചുണ മേടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മിൽക്ക് ഞാൻ രണ്ട് ബോട്ടിൽ മിൽക്ക് മേടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്രെഡ് ഞാൻ മേടിച്ചിട്ടുണ്ട്. ബ്രെഡ് എന്ന് പറയുന്നത് പ്രോട്ടീൻ ബ്രെഡാണ്. ഇതിന് 2 യൂറോയാണ്. അതേസമയം സാധാരണ നമ്മൾ ബ്രെഡ് മേടിക്കുകയാണെങ്കിൽ 1 യൂറോ ഒക്കെ ആകത്തുള്ളൂ. ചിലപ്പോൾ 70-80 സെൻറ്റൊക്കെ ഉള്ളൂ. പക്ഷേ ഇത്തിരി ബ്രോട്ടാണെങ്കിൽ നമുക്ക് നല്ല കോസ്റ്റ്ലിയാണ്. പക്ഷേ ഇത് പ്രോട്ടീൻ ബ്രെഡാണ്. പിന്നെ ഇതിൻ്റെ പേരറിഞ്ഞുകൂടാ. ഇത് തോരൻ വെക്കുമ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരാം. ഓക്കെ, പേരൊക്കെ നോക്കിയിട്ട് ഞാൻ പറഞ്ഞു തരാം. ഇതാണെങ്കിൽ നമുക്ക് വെളുത്തുള്ളി മേടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ സലാഡ് മേടിച്ചിട്ടുണ്ട്. സലാഡ് നമ്മൾ കഴിക്കുമ്പോൾ പറയുന്നതായിരിക്കും എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്നുള്ളത്. അതുപോലെ തന്നെ ഞാൻ കുറച്ച് കപ്പലണ്ടി ഒക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പം അതുകൊണ്ട് ഇതാണെങ്കിൽ റോസ്റ്റഡ് ഉണ്ട്, ഗസാൾസനാണ്. അപ്പം റോസ്റ്റ് ചെയ്തിട്ടുള്ള സംഭവമാണ്. അപ്പം കഴിക്കാനായിട്ട് പറ്റും. പിന്നെ ഞാനൊരു ബാറ്ററി മേടിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ വൈറ്റമിൻ സി, ഇതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ടോയ്ലറ്റിൽ ഉപയോഗിക്കാനുള്ള ഫ്രഷ്നർ. അതുപോലെ തന്നെ ഫിഷാണ് ഈ പ്രാവശ്യം മേടിച്ചിരിക്കുന്നത്. ചിക്കനൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഇതിനെല്ലാം കൂടെ എത്ര രൂപയായെന്ന് അറിയാമോ? എല്ലാവരും ജർമ്മനി ഭയങ്കര ക്യാഷാണെന്ന് പറയുന്നവർ ശ്രദ്ധിച്ചോണം. ഇവിടെ 53 യൂറോ, സോറി എല്ലാവർക്കും കാണാമെന്ന് വിചാരിക്കുന്നു, 53 യൂറോ 46 പൈസ. 1 യൂറോ എന്ന് പറയുന്നത് 109 രൂപയാണ് ഇപ്പോൾ. ഇൻറ്റു 53.46 നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. ഒരാഴ്ചത്തെ ചിലവാണ് കേട്ടോ ഗൈസ്. അപ്പം നന്നായിട്ട് ആഹാരം കഴിക്കുന്നവർക്ക് ഈ ഒരു ചിലവൊക്കെ ആകുന്നുണ്ട്. അപ്പം ജർമ്മനിയിൽ ക്യാഷ് കിട്ടും, ഭയങ്കര സാലറിയാണെന്ന് പറയുമ്പോൾ ഇവിടെ ചിലവുകളും അതുപോലെയാണെന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു. താങ്ക് യു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. പുതിയ ജർമ്മനി വിശേഷങ്ങളൊക്കെ ലഭിക്കാൻ വേണ്ടി ഫോളോ ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, സപ്പോർട്ട് ചെയ്യൂ. താങ്ക് യു.